നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ആളുകൾ എന്തുകൊണ്ടാണ് പുതിയ കാർ വാങ്ങുന്നതിന് പകരം ഒരു സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ വാങ്ങാൻ വേണ്ടി താല്പര്യപ്പെടുന്നതെന്ന്? സെക്കൻഡ് ഹാൻഡ് ആകുമ്പോൾ കുറച്ചും കൂടി അഫോർഡബിൾ ആണല്ലേ. പക്ഷേ ഈ ഒരു കാര്യം ഇനി അങ്ങോട്ട് മാറാൻ പോവാണ്. അപ്പോൾ ഗവൺമെന്റ് ഈ അടുത്ത് യൂസ്ഡ് കാർസിന്റെ GST 12% നിന്ന് 18% കൂട്ടി. അപ്പോൾ നിലവിൽ 4000 മില്ലിമീറ്റേഴ്സിൽ കൂടുതൽ ലെങ്ത് ഉള്ള 1200 cc പെട്രോൾ, LPG അതുപോലെ CNG കാറുകൾക്കും അതുപോലെ 1500 cc അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ഡീസൽ കാറുകൾക്കും SUVസിനും 18% ടാക്സ് റേറ്റ്. ഇപ്പോൾ ചെറിയ കാറുകൾക്കും EVസിനും 12% ടാക്സ് റേറ്റും. 21 ഡിസംബർ സാറ്റർഡേയിൽ GST കൗൺസിൽ പറഞ്ഞത് എല്ലാ ചെറിയ കാറുകൾക്കും ഇൻക്ലൂഡിംഗ് EVസിന്റെ ടാക്സ് റേറ്റ് 12% നിന്ന് 18% കൂട്ടും. പക്ഷേ ഇവിടുത്തെ ചോദ്യം ഇതാണ്, ഇപ്പം ടാക്സ് റേറ്റിലുള്ള ഈ ഒരു മാറ്റം ആരെയൊക്കെ ആയിരിക്കും ബാധിക്കുന്നത്? അപ്പം നിലവിൽ ഈ ഒരു 18% GST ആളുകൾ വാഹനങ്ങൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ബാധിക്കില്ല. മറിച്ച് യൂസ്ഡ് കാർസ് ലാഭത്തിനായിട്ട് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന ബിസിനസ് അല്ലെങ്കിൽ ഡീലർഷിപ്പിനെ മാത്രമേ ബാധിക്കുള്ളൂ. സെക്കൻഡ് ഹാൻഡ് ഇൻഡസ്ട്രിയുള്ള പല പ്ലേയേഴ്സും വിശ്വസിക്കുന്നത് ഈ ഒരു നീക്കം ഈ ഒരു മേഖലയുടെ വളർച്ച സാധ്യതയെ തടസ്സപ്പെടുത്തുമെന്നാണ്. അപ്പം നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? താഴെ കമന്റ്സിൽ അത് നമ്മളോട് ഷെയർ ചെയ്യുക.